2025 മെയ് 1 ശേഷം ATM ട്രാൻസാക്ഷനുകൾ നടത്തുമ്പോൾ അതിൻ്റെ ചാർജുകൾ RBI പുതുക്കിയിട്ടുണ്ട്. ഈ ചാർജുകൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ATM ഇടപാടുകളിൽ ചാർജുകൾ പുതുക്കിയതിൻ്റെ ഭാഗമായി നിങ്ങളിൽ നിന്നും കൂടിയ ഫീസുകൾ ഒരുപക്ഷെ ബാങ്കുകൾ ഈടാക്കിയേക്കാം. അത്തരം ഫീസുകൾ ഒഴിവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. വെൽക്കം ടു SBI വ്യൂസ് ആൻഡ് റിവ്യൂസ്. പ്രധാന മാറ്റം ഇതാണ്: നിങ്ങളുടെ പ്രതിമാസ ATM ഇടപാടുകൾ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ATM ഇടപാടുകൾക്ക് ഓരോ ഇടപാടിനും 23 രൂപ വരെ ചാർജ് ഈടാക്കാൻ സാധ്യതയുണ്ട്. ഈ 23 രൂപയ്ക്ക് പുറമെ 18% GST കൂടി ചേർത്താണ് അവർ ഈടാക്കുക. അപ്പോൾ ഏകദേശം 27 രൂപയിൽ കൂടുതൽ വരാം. ഒന്ന് സൂക്ഷിച്ചേക്കണേ. ഇത് നേരത്തെയുള്ള 21 രൂപയിൽ നിന്നും ഒരു പക്ഷെ 2 രൂപയല്ലേ കൂടിയുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കും. പക്ഷേ ഭാവിയിൽ ഇത് ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. നേരത്തെയുള്ള സൗജന്യ ഇടപാടുകളിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്നാൽ ഈ സൗജന്യ ഇടപാടുകൾ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സ്വന്തം ബാങ്കിന്റെ ATMകളിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിമാസം 5 സൗജന്യ ഇടപാടുകൾ വരെ നടത്താൻ സാധിക്കും. മറ്റ് ബാങ്കുകളുടെ ATMകൾ ഉപയോഗിക്കുമ്പോൾ മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ എന്നിവ പോലുള്ള മെട്രോ നഗരങ്ങളിൽ ഇത് കേവലം 3 ഇടപാടുകൾ മാത്രമായിരിക്കും. മറ്റെല്ലാ നോൺ മെട്രോ നഗരങ്ങളിലും ഇത് 5 ഇടപാടുകൾ തന്നെ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. ഇത് നിങ്ങളുടെ ബാങ്കിന്റെ കൂടാതെ മറ്റ് ബാങ്കുകളിൽ നിന്നുള്ള ഇടപാടുകളെ കുറിച്ചാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത്. അപ്പോൾ നോൺ മെട്രോ നഗരങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബാങ്കിന്റെ 5 സൗജന്യ ഇടപാടുകളും അത് കഴിഞ്ഞാൽ മറ്റു ബാങ്കുകളുടെ 5 സൗജന്യ ഇടപാടുകളും, മൊത്തം 10 സൗജന്യ ഇടപാടുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ATM വഴി നടത്താൻ സാധിക്കും. ഇത്തരത്തിൽ ATM ഇടപാടുകളുടെ ചാർജുകൾ വർദ്ധിപ്പിക്കാൻ ബാങ്കുകൾക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. രാജ്യത്താകമാനം ATMകൾ സ്ഥാപിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് ധാരാളം പണച്ചെലവുണ്ട്. 24 മണിക്കൂറും ATM പ്രവർത്തിപ്പിക്കുക, അതിൻ്റെ സ്ഥലവാടക, അതിൻ്റെ ഇലക്ട്രിസിറ്റി ചാർജസ്, സെക്യൂരിറ്റി, ഈ ATM മെഷീനുകളിൽ പണം നിറയ്ക്കാൻ വേണ്ടി വരുന്നവരുടെ ചാർജുകൾ, ഇതിനൊക്കെ ഭാരിച്ച ചെലവ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിൽ നിന്നും അധിക ചാർജ് ഈടാക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് വരുന്ന ഈ അധിക ചാർജുകൾ എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കാം. ഇത് വളരെ ലളിതമാണ്. ഒന്നാമതായി, കഴിയുന്നത്ര നിങ്ങളുടെ സ്വന്തം ബാങ്കിന്റെ ATMകൾ തന്നെ ആശ്രയിക്കുക. അവിടെ നിങ്ങൾക്ക് 5 സൗജന്യ ഇടപാടുകൾ ലഭിക്കും. ഇതൊക്കെ തന്നെ പലപ്പോഴും മതിയാകും. നിങ്ങളുടെ ബാങ്കിന്റെ ATM കണ്ടുപിടിക്കാൻ നിങ്ങളുടെ ബാങ്കിന്റെ ആപ്പ് ഉപയോഗിക്കുക. മറ്റൊന്ന്, കൂടുതൽ പണം കുറഞ്ഞ തവണകളിൽ ATMകളിൽ നിന്നും എടുക്കുക എന്നുള്ളതാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് പോയി പണം പിൻവലിക്കാതെ ഒരാഴ്ചത്തേക്കോ അതിൽ കൂടുതലോ ആവശ്യമുള്ള പണം ഒന്നിച്ച് പിൻവലിച്ചു വെക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഡിജിറ്റലായി മാറുക എന്നുള്ളതാണ്. ഡിജിറ്റലായി മാറുമ്പോൾ ഈ പരിധികളൊന്നും നമുക്ക് ബാധകമല്ല. നമ്മളുടെ മൊബൈൽ വാലറ്റുകളോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകളോ ഉപയോഗിച്ച് എത്ര ട്രാൻസാക്ഷൻ വേണമെങ്കിലും നമുക്ക് നടത്താവുന്നതാണ്. മൊബൈൽ വാലറ്റുകളും ഡെബിറ്റ് കാർഡുകളും ഇപ്പോൾ മിക്കവാറും എല്ലായിടത്തും സ്വീകാര്യമാണ്. മാത്രവുമല്ല, ഇത് വളരെ സൗകര്യപ്രദവുമാണ്. പണമായി നമ്മുടെ പോക്കറ്റിൽ കൊണ്ടു നടക്കുന്നതിനേക്കാൾ വളരെ സൗകര്യപ്രദമാണ് ഇത്തരം ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത്തരം അധിക ചാർജുകൾ നമ്മളിൽ നിന്ന് ഈടാക്കുന്നത് ന്യായമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.